നമുക്കിന്ന് നല്ല പൂ പോലെ മൃദുലമായ നല്ല ടേസ്റ്റിയായ ചക്കയടയുടെ റെസിപ്പി നോക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇനി ഞാനിത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചക്ക വരട്ടിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് ചക്ക വരട്ടിയതാണ് ഞാൻ എടുത്തത്. ഇതിപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് വരട്ടി കൊണ്ടുവന്ന് ഫ്രിഡ്ജിൽ വെച്ച ചക്കയാണ്, അതാണ് എടുത്തത്. ഇനി നമുക്കിതൊന്ന് അലിയിച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ചക്ക വരട്ടിയത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കണം നമുക്ക്. ഞാനിവിടെ നല്ലോണം അലിയിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരത്തിനാവശ്യമായ ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കര ഉരുക്കി അരിച്ച് പാനിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന്. ഓരോരുത്തരെയും മധുരത്തിനാവശ്യമായത് ഒഴിച്ചു കൊടുക്കണേ. ഇനി ഞാനിതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് ചെറുതായി ഒന്ന് ക്രഷ് ചെയ്തിട്ടതാണ്. അങ്ങനെ തേങ്ങ കടിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെ കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലോണം ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ചതച്ചാൽ നല്ലതാണ്. ഞാനിത് ചതയ്ക്കാതെ തന്നെയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തത്. അതൊന്ന് നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കാം. നമ്മൾ അപ്പത്തിൻ്റെ മാവൊക്കെ കുഴക്കിയില്ലേ, അതേപോലെ തന്നെ നല്ലോണം ഇളക്കി മിക്സാക്കി നല്ലോണം കുഴച്ചെടുക്കണം. അത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ മാവൊക്കെ നല്ലോണം കുഴച്ച് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നല്ലോണം ഇലയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം ഇലയിലേക്ക് പരത്തിയെടുത്ത് ഒരു 15 മിനിറ്റ് നേരം ആവി കയറ്റി നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതല്ലേ. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോലെ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.